നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ ചെറിയ ബെറ്റ ഫിഷ് ടാങ്കിൻ്റെ ക്ലീനിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം 1 മാസത്തിൽ കൂടുതലായി ഇതിൻ്റെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഗ്ലാസ്സിലൊക്കെ ആൽഗെ ഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ പ്ലാന്റ്സിലും അത്യാവശ്യം നല്ല രീതിയിൽ ആൽഗെ ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ അക്വേറിയം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അക്വേറിയത്തിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയൊരു പ്രോഡക്റ്റാണിത്, മാഗ്നറ്റിക് ബ്രഷ് ആൽഗെ സ്ക്രാപ്പ്. ഇതിപ്പോൾ അക്വേറിയം ഷോപ്പിലും ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ബ്രഷ് പോലുള്ള പോർഷൻ ഉള്ളിലും സോഫ്റ്റായിട്ടുള്ള പോർഷൻ പുറത്തുമാണ് വെക്കുന്നത്. അതിനുശേഷം ഗ്ലാസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പം ഗ്ലാസ്സിലുള്ള ആൽഗയൊക്കെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ബ്രഷ് പോലുള്ള പോർഷനിലും മണൽത്തരിയൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുവാണെങ്കിൽ അക്വേറിയത്തിൻ്റെ ഗ്ലാസ് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഒരു മാഗ്നറ്റിക് സ്ക്രബ്ബർ ഉപയോഗിക്കുന്നതിന് മുന്നേ അത് ക്ലീൻ ആണോ എന്ന് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഞാനൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ കോർണറിലുള്ള ആൽഗയൊക്കെ ഇതേപോലെ ക്ലീൻ ആക്കും. അതിനുശേഷം ഇതേപോലെ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ സക്ക് ചെയ്തെടുക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, എന്തുകൊണ്ട് മീനെ മാറ്റി വേറെ ഒരു കണ്ടെയ്നറിൽ ഇടുന്നില്ല എന്നുള്ളത്. ഞാൻ എപ്പോഴും വെള്ളം ഇതേപോലെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പകുതി പോർഷൻ വെള്ളം അതിലിട്ടിട്ട് പിന്നെ അതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവർ ആ ഒരു രീതിയിൽ എപ്പോഴും ഇങ്ങനെ ചെയ്ത് ആ ഒരു സിസ്റ്റവുമായിട്ട് അവർ അഡ്ജസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം അവർക്കും പ്രത്യേകിച്ച് കുഴപ്പം വരത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി വേറെ ഒരു വെള്ളത്തിലോട്ട് ഇടുന്നു, അതിനുശേഷം തിരിച്ചിടുമ്പോഴത്തേക്കിന് ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ വന്നിട്ട് ചത്തുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഒരു പകുതി വെള്ളം ചേഞ്ച് ചെയ്തു പിന്നെ അതിൻ്റെ അകത്തോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഇതുപോലെ പകുതിയിൽ താഴെ ആകുമ്പോഴത്തേക്കിന് ഞാൻ വാക്വം ചെയ്തെടുക്കുന്നത് നിർത്തും. അതിനുശേഷം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതിൽ കാണാൻ ചെറിയ ചെറിയ വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫിൽറ്റർ വെച്ചിട്ട് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. വാട്ടർ ചേഞ്ചിന് ശേഷം പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. ആ വെള്ളത്തിലെ ആ ഒരു ആൽഗയൊക്കെ ക്ലിയറായി, വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറായി വന്നിട്ടുണ്ട്. അതേപോലെ ഗ്ലാസ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബെറ്റ ഫിഷൊക്കെ നല്ല ആക്റ്റീവാണ്, എല്ലാവരും നല്ല രീതിയിൽ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.